നമസ്കാരം. ഗ്യാസ്ട്രോ കോർണറിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2 വർഷങ്ങൾക്ക് മുന്നാണ് ഈ സംഭവം നടക്കുന്നത്. 45 വയസ്സുള്ളൊരു മനുഷ്യൻ. അദ്ദേഹം ഒരു കൃഷിക്കാരനാണ്. എന്നെ കാണാൻ വരുന്നത് അദ്ദേഹത്തിൻ്റെ കരളിനകത്തോട്ട് പോകുന്ന രക്തക്കുഴലിൽ രക്തം ക്ലോട്ട് വന്നിട്ടുള്ള, അതിനെ പോർട്ടൽ വെയിൻ ത്രോംബോസിസ് എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ കരളിനകത്തോട്ട് പോകുന്ന രക്തക്കുഴലിൽ ബ്ലഡ് ക്ലോട്ടായി അതിൻ്റെ കോംപ്ലിക്കേഷൻസ് അത് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തെ എൻ്റെ അടുത്തേക്ക് അയച്ചിട്ടുള്ളത്. അപ്പോൾ ഈ കരളിനകത്തോട്ട് പോകുന്ന രക്തക്കുഴലിൽ സാധാരണ ചുമ്മാ വെറുതെ ബ്ലഡ് ക്ലോട്ട് ആകാറില്ല. കരൾ രോഗമുള്ള രോഗികളിൽ, സിറോസിസ് ഉള്ള രോഗികളിൽ അത് ക്ലോട്ട് ആകാറുണ്ട്. അതുപോലെ തന്നെ ലിവർ ക്യാൻസർ ഉള്ള രോഗികളിലും ഈ ലിവറിനകത്തോട്ട് പോകുന്ന ബ്ലഡ് വെസൽ, പോർട്ടൽ വെയിൻ, അതിൽ ബ്ലഡ് ക്ലോട്ടാകാറുണ്ട്. പിന്നെ ബ്ലഡ് ക്ലോട്ടാകാൻ സാധ്യത കൂടുതലുള്ള ചില പ്രത്യേക രോഗാവസ്ഥകളിലും ഇതേപോലെ കാണാറുണ്ട്. അങ്ങനെ അതിലോട്ട് ബ്ലഡ് ക്ലോട്ടായി കഴിഞ്ഞാൽ പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക രോഗാവസ്ഥയിലോട്ട് രോഗി പോകാറുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്പ്ലീൻ, പ്ലീഹ ഗ്രന്ഥികൾ വലിപ്പം വയ്ക്കും. അന്നനാളത്തിൻ്റെ അടിവശത്തൊക്കെ വലിയ രക്തക്കുഴലുകൾ രൂപം കൊള്ളും. ചിലപ്പോൾ വയറ്റിനുള്ളിൽ നീര് വരാം, കാലിലും നീര് വരാം, രക്തം ഛർദ്ദിക്കാം. ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളൊക്കെ ഈ രോഗികൾക്കുണ്ടാകാറുണ്ട്. അപ്പോൾ ഇദ്ദേഹം എന്നെ കാണാൻ വന്നപ്പോൾ ഇദ്ദേഹത്തിൻ്റെ പോർട്ടൽ വെയിനിൽ, ലിവറിലോട്ട് പോകുന്ന രക്തക്കുഴലിൽ ആ ക്ലോട്ട് വന്നിട്ടുണ്ട്. അത് എന്തുകൊണ്ട് വന്നു എന്നുള്ളത് കണ്ടുപിടിക്കണം. രണ്ടാമതായി ഈ ക്ലോട്ടിനെ നമ്മൾ ഫലപ്രദമായി ചികിത്സിക്കണം. മൂന്നാമതായി ഈ ക്ലോട്ട് മൂലമുണ്ടായിട്ടുള്ള കോംപ്ലിക്കേഷൻസ് അതും കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതെല്ലാം നമ്മൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് കുറയ്ക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. ആ ക്ലോട്ട് അലിയിച്ച് കളയാനുള്ള ചില ഇഞ്ചക്ഷൻസൊക്കെ എടുത്തു. അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ബ്ലഡ് പരിശോധിച്ച് നോക്കുമ്പോൾ ബ്ലഡിൻ്റെ അളവ് വളരെ കുറവാണ്. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് വളരെ കുറവാണ്. അദ്ദേഹത്തിന് വിശദമായ ചോദ്യങ്ങൾ ചെയ്തപ്പോൾ ഇത് പെട്ടെന്ന് ബ്ലഡ് കുറഞ്ഞതാണോ എന്നറിയണം, അതോ വളരെ നാളുകൾക്ക് മുന്നേ ബ്ലഡ് കുറഞ്ഞ് പതുക്കെ കുറഞ്ഞാണോ എന്ന് അറിയണം. അതേപോലെ തന്നെ ബ്ലഡിൽ പ്ലേറ്റ്ലെറ്റുകൾ കുറയുമ്പോൾ ശരീരത്തിൽ പലയിടത്തും ചോര പൊടിയുന്നൊരവസ്ഥ ഉണ്ടാകും. പല്ലിൻ്റെ ഇടയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, ത്വക്കിനടിയിലും ബ്ലീഡിങ് ഉണ്ടാകാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഇപ്പോൾ വന്നതാണോ അതോ മുന്നേ ഉള്ളതാണോ എന്നൊക്കെ അറിയണം. അപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ കുറച്ച് നാളുകളായിട്ട് ഇദ്ദേഹത്തിന് ഈ ക്ഷീണമുണ്ട്, കൈകാലുകൾ തരിപ്പുണ്ട്, കുറച്ച് നാളുകളായിട്ട് തീരെ വിശപ്പില്ല, കുറച്ച് നാളുകളായിട്ട് ഒരു വർഷത്തോളമായിട്ട് വെയിറ്റ് കുറഞ്ഞു വരുന്നുണ്ട്, നടക്കുമ്പോൾ ചെറിയ ബാലൻസിൽ വ്യത്യാസങ്ങളുണ്ട്, അതേപോലെ സ്കിന്നിൽ ഈസി ബ്രൂയിസബിലിറ്റി, അതായത് എവിടെയെങ്കിലും പ്രഷറൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങളിൽ ചോര പൊടിഞ്ഞ് വരുന്നൊരു പ്രവണതയും അദ്ദേഹത്തിനുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹത്തിന് കുറച്ച് നാളുകളായിട്ട് ഈ ബ്ലഡിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളുണ്ട് എന്ന് തന്നെയാണ്. അതും ഈ ബ്ലഡ് ക്ലോട്ട് ആകുന്നതും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് പിന്നത്തെ നമ്മുടെ സംശയം. അങ്ങനെ വിശദമായ ചില ടെസ്റ്റുകളിലോട്ട് പോകുമ്പോൾ അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് വൈറ്റമിൻ B12, കോബലാമിൻ, അതിൻ്റെ വേറെ പേരാണ് കോബലാമിൻ, വൈറ്റമിൻ B12, അതിൻ്റെ കുറവ് മൂലം ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇതെല്ലാം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇങ്ങനെ വൈറ്റമിൻ B12 കുറയുന്ന പല കാരണങ്ങളും നമ്മുടെ ശരീരത്തിലുണ്ട്. വൈറ്റമിൻ B12 വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു വൈറ്റമിനാണ്. ഇത് നമുക്ക് ജന്തുക്കളിൽ നിന്ന് മാത്രമേ നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടുള്ളൂ. പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒരിക്കലും ഈ വൈറ്റമിൻ B12 നമ്മുടെ ശരീരത്തിലോട്ട് കിട്ടില്ല. കാരണം ഇത് മാംസത്തിലുണ്ട്, മത്സ്യത്തിലുണ്ട്, മുട്ടയിലുണ്ട്, പാലിലുണ്ട്. പക്ഷേ പച്ചക്കറികളിലോ ധാന്യങ്ങളിലോ വൈറ്റമിൻ B12 കാര്യമായി അടങ്ങിയിട്ടില്ല. അത് കാരണം പ്യുവർലി വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളിൽ
പാല് പോലും കുടിക്കാത്ത, മുട്ട കഴിക്കാത്ത പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ആളുകളിൽ വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി കാണാറുണ്ട്. പക്ഷേ ഇത് സാധാരണ കാണുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഈ വൈറ്റമിൻ B12 ഉണ്ടെങ്കിലും അത് കുടലിലോട്ട് വലിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത് വലിച്ചെടുക്കുന്നത് ചെറുകുടലിലെ ഇലിയം എന്നറിയപ്പെടുന്ന ഭാഗത്ത് വെച്ചാണ്. ആ ഇലിയത്തിൻ്റെ ഭാഗത്ത് വരുന്ന അസുഖമാണ് ക്രോൺസ് ഡിസീസ്. ക്രോൺസ് ഡിസീസ് എന്നറിയപ്പെടുന്ന കുടലിനെ ബാധിക്കുന്ന ഒരു പ്രത്യേക അസുഖത്തിൽ ഇലിയം എന്നറിയപ്പെടുന്ന ഭാഗത്തെ പ്രവർത്തനത്തിൽ വൈകല്യങ്ങളുണ്ടാകും. അവിടെ അൾസറുകളുണ്ടാകും, സ്ട്രിക്ചറുകളുണ്ടാകും. അതുമൂലം ക്രോൺസ് ഡിസീസുള്ള ആളുകളിൽ വൈറ്റമിൻ B12 അളവ് കുറവായിട്ട് കാണാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന വൈറ്റമിൻ B12 നമ്മുടെ വായിലൂടെ പോകുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു പ്രോട്ടീനുമായിട്ട് അത് ബോണ്ട് ചെയ്യും. അത് ബൈൻഡ് ചെയ്തിട്ട് ഒരു ബോണ്ട് അതിങ്ങനെ ഒരു പ്രത്യേക സ്ട്രോങ് ബോണ്ടായിട്ട് ആമാശയത്തിലൂടെ ചെറുകുടലിലോട്ട് പോകും. പാൻക്രിയാറ്റിക് എൻസൈംസ് ചെറുകുടലിലെത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ആഹാരം ദഹിപ്പിക്കാനായിട്ട് പാൻക്രിയാസിൽ നിന്നും ദഹനരസങ്ങൾ വരും. ആ ദഹനരസങ്ങൾ വന്നു കഴിയുമ്പോൾ ഈ ബോണ്ടഡ് ആയിട്ടുള്ള വൈറ്റമിൻ B12 വീണ്ടും വിഘടിപ്പിക്കും. അവിടെ വെച്ച് വേറൊരു സാധനവുമായിട്ട് ആദ്യം വൈറ്റമിൻ B12 കമ്പൈൻ ചെയ്യും. അതിന് ഇൻട്രിൻസിക് ഫാക്ടർ എന്നാണ് പറയുന്നത്. അത് ആമാശയത്തിൽ വെച്ചാണ് ഉണ്ടാകുന്നത്. അങ്ങനെ ആമാശയത്തിൻ്റെ ചില അസുഖങ്ങളിലും പാൻക്രിയാസിനെ ബാധിക്കുന്ന ഗുരുതരമായ ചില അസുഖങ്ങളിലും വൈറ്റമിൻ B12 ശരീരത്തിൻ്റെ അളവ് കുറവായിരിക്കും. കാരണം അത് വലിച്ചെടുക്കാനായിട്ട് കഴിയുകയില്ല. അങ്ങനെ ഇതിനെയൊക്കെ പെർനീഷ്യസ് അനീമിയ എന്ന് പറയും. അതുപോലെ ക്രോൺസ് ഡിസീസിലുണ്ടാകും, ട്രോപ്പിക്കൽ സ്പ്രൂവിലുണ്ടാകും. അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് പ്രത്യേകമായിട്ട് വൈറ്റമിൻ B12 ശരീരത്തിലോട്ട് വലിച്ചെടുക്കാൻ കഴിയാത്തിട്ടുള്ള. അപ്പോൾ ഇത് വൈറ്റമിൻ B12 വലിച്ചെടുക്കാൻ കഴിയാതെ വരുമ്പോൾ ആദ്യം ഉണ്ടാകുന്ന പ്രവണത ബ്ലഡിലായിരിക്കും. നമ്മൾ ബ്ലഡിലെ പിക്ചർ എടുത്ത് നോക്കുമ്പോൾ MCV എന്നറിയപ്പെടുന്ന ഒരു സംഭവം അതിൽ കൂടുതലായിട്ട് കാണാം. അത് കൂടുതലായിട്ട് കണ്ടാൽ നമുക്ക് വൈറ്റമിൻ B12 അളവ് ശരീരത്തിൽ കുറഞ്ഞതിൻ്റെ ഒരു സൂചനയായിട്ട് തന്നെ കണക്കാക്കണം. കാരണം വൈറ്റമിൻ B12 ശരീരത്തിന് വളരെ അത്യന്താപേക്ഷിതമായിട്ടുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൈറ്റമിനാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ശരീരത്തിൽ ബ്ലഡിൻ്റെ അളവ് കുറഞ്ഞു തുടങ്ങും. അതോടൊപ്പം ഇതിൻ്റെ അളവ് കുറയുന്നത് മൂലം ഞരമ്പുകൾക്ക് കേടുപാടുകൾ സംഭവിക്കും. അത് പ്രധാനമായിട്ട് നമുക്ക് തരിപ്പായിട്ടാണ് അനുഭവപ്പെടുന്നത്. നമ്മുടെ കയ്യിലും കാലിലും ഒരു പ്രത്യേക രീതിയിലുള്ള തരിപ്പായിട്ട് സദാസമയം തരിക്കുന്നൊരു പോലെ പെരിഫറൽ ന്യൂറോപ്പതി എന്നാണ് അതിനെ പറയുന്നത്. അത് സിമെട്രിക്കലായിരിക്കും. 2 കാലിൽ ഒരുമിച്ചുണ്ടാകാം, 2 കയ്യിൽ ഒരുമിച്ചുണ്ടാകാം. സാധാരണ അത് കാലിൽ തുടങ്ങും. കുറച്ച് നാളുകൾ കഴിയുമ്പോൾ അത് കയറി വന്ന് മുട്ടിൻ്റെ മുകളിലോട്ട് എത്തും. മുട്ടിൻ്റെ മുകളിലോട്ട് എത്തുന്ന സമയത്ത് സാധാരണ കയ്യിലും സ്റ്റാർട്ട് ചെയ്യും. തരിക്കുന്ന ഒരവസ്ഥ, കൈയും കാലും തരിക്കുന്ന ഒരവസ്ഥ, പെരിഫറൽ ന്യൂറോപ്പതി. കുറച്ച് നാളുകൾ കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നട്ടെല്ലിനുള്ളിലുള്ള സ്പൈനൽ കോഡിനെ ബാധിക്കും. അങ്ങനെ വരുമ്പോൾ നടക്കുന്നതിനൊക്കെ ചില പ്രശ്നങ്ങൾ വരും. അപ്പോൾ കൈയും കാലൊക്കെ വളരെ സ്റ്റിഫായിട്ടൊക്കെ ഇരിക്കും. ചിലപ്പോൾ തലകറങ്ങുന്ന പോലെ തോന്നും. ചിലപ്പോൾ നടക്കുമ്പോൾ ഒരു ബാലൻസ് ഇല്ലാത്ത പോലെയൊക്കെ തോന്നും. ഇതൊക്കെ വൈറ്റമിൻ B12 ലക്ഷണങ്ങൾ തന്നെയാണ്. ശരീരത്തിൽ വല്ലാത്ത ക്ഷീണം വരും. ചില ആളുകളിൽ വെയിറ്റ് കുറയാറുണ്ട്. ചില ആളുകൾക്ക് വയറ്റിൽ നിന്ന് ലൂസായിട്ട് പോകും. പ്രത്യേകിച്ച് ക്രോൺസ് ഡിസീസ് ഉണ്ടാകുമ്പോൾ ചില ആളുകളിൽ വയറ്റിൽ നിന്ന് പോകാനും ബുദ്ധിമുട്ടുണ്ടാകും. അതുപോലെ ഹീമോഗ്ലോബിൻ കുറഞ്ഞു വരുന്നതിനൊപ്പം പ്ലേറ്റ്ലെറ്റിൻ്റെ അളവും കുറയും. നമ്മൾ WBCയുടെ അളവ് കുറയും. പ്ലേറ്റ്ലെറ്റിൻ്റെ അളവ് കുറയുമ്പോൾ ശരീരത്തിൽ അവിടെ ബ്ലീഡിങ്ങിൻ്റെ പ്രവണതകൾ കാണും. സ്കിന്നിൽ ബ്ലീഡിങ് ഉണ്ടാകാം, മോണയിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാകാം, നമ്മുടെ കുടലിനകത്തും ബ്ലീഡിങ് ഉണ്ടാകാം. അതിനു ശേഷം നമ്മുടെ WBC വെളുത്ത രക്താണുക്കൾ, നമ്മുടെ പ്രതിരോധത്തിനുള്ള വെളുത്ത രക്താണുക്കൾ, അതിൻ്റെ അളവും കുറയും. അത് കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ പ്രതിരോധശേഷി കുറയും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരും. അപ്പോൾ മൂത്രത്തിൽ പഴുപ്പ്, ശ്വാസകോശത്തിലുള്ള ന്യൂമോണിയ പോലെയുള്ള അല്ലെങ്കിൽ അപ്പർ റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫെക്ഷൻ, ത്രോട്ട് ഇൻഫെക്ഷൻ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ആ സമയത്തുണ്ടാകും.
അതേപോലെ വൈറ്റമിൻ B12 കുറയുമ്പോൾ ശരീരത്തിൽ ഈ ഹോമോസിസ്റ്റിൻ എന്നറിയപ്പെടുന്ന ഒരു സംഭവം അത് കുറേശ്ശെ കൂടും. അത് കൂടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ രക്തധമനികളിൽ രക്തം കട്ട പിടിക്കാം. അതാണ് നമ്മുടെ പേഷ്യൻറ്റിന് സംഭവിച്ചിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട രക്തധമനിയിൽ തന്നെയാണ് രക്തം കട്ട പിടിച്ചിട്ടുള്ളത്. ലിവറിലോട്ട് പോകുന്ന പോർട്ടൽ വെയിൻ എന്നറിയപ്പെടുന്ന രക്തധമനിയിലാണ് രക്തം കട്ട പിടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ ഇങ്ങനെയുള്ള രോഗികളിൽ അവരുടെ ഈ സെക്ഷൽ ഹോർമോൺസ്, ഓവറി, ടെസ്റ്റിസ് ഇതിൻ്റെയൊക്കെ പ്രവർത്തനം വളരെ മോശമായിരിക്കും. അത് സാധാരണ ഇൻഫെർട്ടിലിറ്റിയിലോട്ട് നീങ്ങും. കുട്ടികളുണ്ടാകാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകും. സ്പേംസിൻ്റെ കൗണ്ട് കുറവായിരിക്കും. സ്ത്രീകളിലാണെങ്കിൽ ചിലപ്പോൾ മെൻസ്ട്രേഷൻ്റെ പ്രോബ്ലംസ് ഉണ്ടാകും. ഓവുലേഷൻ കൃത്യമായി നടക്കില്ല. അങ്ങനെ ഇൻഫെർട്ടിലിറ്റി, വന്ധ്യത സ്ത്രീകളിലും പുരുഷന്മാരിലും B12 കുറവ് മൂലം ഉണ്ടാകാം. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ രോഗിക്ക് അതേപോലെ കുട്ടികളുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിനും സ്പേം കൗണ്ട് വളരെ കുറവായിരുന്നു. അപ്പോൾ ഈ വൈറ്റമിൻ B12 കുറയുന്ന പ്രശ്നങ്ങൾ, കാര്യം ഒരു ചെറിയ വൈറ്റമിൻ ആണെങ്കിലും അത് കുറഞ്ഞ് ഒരു പ്രത്യേക അവസ്ഥയിലോട്ട് എത്തുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇത് സാധാരണ നമ്മുടെ ബോഡിയിൽ 3-4 വർഷത്തേക്കുള്ളത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഇതിൻ്റെ അളവ് കുറഞ്ഞാലും 3-4 വർഷത്തേക്ക് ഇതിൻ്റെ പ്രയാസം അനുഭവപ്പെടില്ല. 4 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ സ്റ്റോർ ചെയ്ത സംഭവം കഴിയും. പിന്നെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള കഴിവില്ലാത്തൊരവസ്ഥയിൽ ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളിലോട്ടൊക്കെ ആ രോഗി പോകും. അപ്പം അത് തുടക്കത്തിൽ തന്നെ കണ്ടുപിടിക്കാൻ പറ്റും. പ്രത്യേകിച്ചും ക്ഷീണമുള്ള ആളുകളിൽ, കൈകാലുകൾ തരിപ്പുള്ള ആളുകളിൽ, ബ്ലഡ് കുറയുന്ന ആളുകളിൽ, പ്ലേറ്റ്ലെറ്റ് കുറയുന്ന ആളുകളിൽ, ഇൻഫെർട്ടിലിറ്റി ഉള്ള ആളുകളിൽ, ഇതൊക്കെ വൈറ്റമിൻ B12 അളവ് നോക്കിക്കഴിഞ്ഞാൽ അത് കുറവാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ എന്തുകൊണ്ട് കുറഞ്ഞു എന്ന് കണ്ടുപിടിക്കാനുള്ള എൻഡോസ്കോപ്പി, കൊളോണോസ്കോപ്പി ഒക്കെ ചിലപ്പോൾ ചെയ്യേണ്ടി വന്നേക്കാം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള രോഗിക്ക് പെർനീഷ്യസ് അനീമിയ എന്നറിയപ്പെടുന്ന ഒരു പ്രത്യേക അസുഖം മൂലമാണ് ആ രോഗിക്ക് ആ പ്രയാസം ഉണ്ടായത്. ഈ പെർനീഷ്യസ് അനീമിയ എന്ന് പറയുമ്പോൾ ആമാശയത്തിലുണ്ടാകുന്ന ഇൻട്രിൻസിക് ഫാക്ടർ, ആ സാധനം വൈറ്റമിൻ B12 ശരീരത്തിലോട്ട് വലിച്ചെടുക്കാനായിട്ട് ആവശ്യമുണ്ട്. അതിനെതിരെ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റിബോഡി ശരീരത്തിലുണ്ടാകുന്നതാണ് പെർനീഷ്യസ് അനീമിയ. അപ്പോൾ ആ രോഗികളിൽ ഒട്ടും തന്നെ വൈറ്റമിൻ B12 അളവ് ഉണ്ടാവില്ല ശരീരത്തിൽ. അതോടൊപ്പം അവരിൽ തൈറോയിഡിൻ്റെ അസുഖങ്ങൾ കാണാറുണ്ട്. നേരത്തെ പറഞ്ഞിട്ടുള്ള രോഗിക്ക് തൈറോയിഡിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു. അതോടൊപ്പം അവരിൽ വിറ്റിലൈഗോ, പാണ്ടിൻ്റെ അസുഖം, അതും നേരത്തെ പറഞ്ഞിട്ടുള്ള രോഗിക്കുണ്ടായിരുന്നു. പിന്നെ ചില ആളുകളിൽ അഡിസൻസ് എന്നറിയപ്പെടുന്ന ശരീരത്തിൻ്റെ പ്രഷറൊക്കെ കുറയുന്ന, സോഡിയം കുറയുന്ന, പൊട്ടാസ്യം കൂടുന്ന ചില അസുഖങ്ങളൊക്കെ ഉണ്ടാകാം. അഡിസൻസ് എന്തായാലും ആ രോഗിക്ക് ഉണ്ടായിരുന്നില്ല. ഇത്തരം രോഗികളെ നമ്മൾ വൈറ്റമിൻ B12 ചെറിയൊരു ഇഞ്ചക്ഷൻസ് കൊടുത്താൽ, അത് റെഗുലറായിട്ട് ആ ഇഞ്ചക്ഷൻസ് കൊടുത്താൽ നമുക്ക് നോർമൽ സ്റ്റേജിലോട്ട് കൊണ്ടുവരാനായിട്ട് കഴിയും. അപ്പോൾ അതിന് കൃത്യമായ രോഗനിർണയം നടത്തണം. എന്തുകൊണ്ടാണ് ശരീരത്തിൽ B12 കുറഞ്ഞതെന്ന് മനസ്സിലാക്കണം. അതിനുശേഷം കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ വൈറ്റമിൻ B12 കൃത്യമായ അളവിൽ ഇഞ്ചക്ഷൻസ് കൊടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ രോഗിയിൽ നമ്മൾ ആ ഇഞ്ചക്ഷൻസ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു 1-2 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നോർമലൈസ് ചെയ്തു. ബ്ലഡ് കൗണ്ട്സൊക്കെ 14 ആ റേഞ്ചിലോട്ടെത്തി. പ്ലേറ്റ്ലെറ്റ്സ് നോർമലായി, WBC കൗണ്ട്സ് നോർമലായി. അദ്ദേഹത്തിൻ്റെ ആ രക്തക്കൊല്ലിലുള്ള ത്രോംബസ്, ആ ഒരു ക്ലോട്ട് നമ്മൾ അലിയിച്ച് കളഞ്ഞു. പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ എന്നറിയപ്പെടുന്ന രോഗാവസ്ഥയിലോട്ടൊന്നും പോകാതെ അദ്ദേഹം രക്ഷപ്പെടുകയും ചെയ്തു. അപ്പോൾ ഈ ഒരു പീസ് ഓഫ് ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ എപ്പിസോഡ് ആഗ്രഹിച്ചത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.